ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അപ്രോച്ചസ് ടു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ. സോ സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് സ്ട്രാറ്റജീസ് ആർ പുട്ട് ഇൻ ടു ആക്ഷൻ ത്രൂ ബഡ്ജറ്റ്സ്, പ്രോഗ്രാംസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. സോ ലെറ്റ് us discuss about the approaches to strategy implementation. So there are 5 approaches to strategy implementation: commander approach, change approach, collaborative approach, cultural approach and decisive approach. So the first approach is commander approach. Commander approach എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയും. ആൻഡ് ഇതിൽ സ്ട്രാറ്റജീസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെൻ്റ് ആയിരിക്കും. ആൻഡ് they forward to the subordinates to execute or to implement the strategy. And the second approach is change approach. In this case, strategies should take into account the change occurred in the organization. So ഓർഗനൈസേഷനിലെ സ്ട്രക്ചറിൽ ഒക്കർ ചെയ്തിട്ടുള്ള ചേഞ്ചസിൻ്റെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള അപ്രോച്ചസാണ് ചേഞ്ച് അപ്രോച്ചസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള അപ്രോച്ചസ് സ്മോൾ ഫേംസ് മാത്രമേ അഡാപ്റ്റ് ചെയ്യുള്ളൂ. കാരണം ലാർജ് ഫേംസിൻ്റെ ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ ചേഞ്ചസ് വരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ചേഞ്ച് അപ്രോച്ച് ഈസ് അഡാപ്റ്റഡ് മോസ്റ്റ്ലി ബൈ the small firms. The third approach is collaborative approach. This approach views strategy development as a collective task that should consider the view of all managers in the organization who contribute to the goal. അതായത് ഈ ഒരു അപ്രോച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷനിലെ എല്ലാ മാനേജേഴ്സിൻ്റെ വ്യൂസും കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇവിടെ സ്ട്രാറ്റജീസസ് ഡെവലപ്പ് ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും. സോ this approach is suitable for the firm that have managers who are well informed and skilled, and the role of the manager is limited to the discussion of good ideas. The fourth approach is cultural approach. In this approach, the organizational mission and vision are well communicated to the employees. Cultural approachesil പറഞ്ഞിട്ട് എല്ലാ മാനേജേഴ്സും അല്ലെങ്കിൽ എല്ലാ ഇൻക്ലൂഡിങ് ലോവർ ലെവൽ മാനേജ്മെൻ്റ് അടക്കം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് കൾച്ചറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സ്ട്രാറ്റജി ഫോർമുലേഷൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻസ്. ആൻഡ് ദ മാനേജർ ഇൻഫോം അബൌട്ട് ദ മിഷൻ ആൻഡ് വിഷൻ. ആൻഡ് ദ സബോർഡിനേറ്റ്സ് ആർ encourages the subordinates to implement the strategy. The last approach is decisive approach. Decisive approach എന്ന് പറയുന്നത് കമാൻഡർ അപ്രോച്ചിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ. അതായത് ഒരു ബോട്ടം അപ്പ് അപ്രോച്ചാണ്. ഇവിടെ സബോർഡിനേറ്റ്സ്, മറ്റേത് ടോപ്പ് മാനേജ്മെൻ്റ് ആയിരുന്നു, ഇവിടെ സബോർഡിനേറ്റ്സ് ആണ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും. And the next head is mobilizing and allocating resources. സോ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി റിക്വയർ ആയിട്ടുള്ള റിസോഴ്സസിനെ പ്രൊക്യൂർമെൻറ്റ് ചെയ്യുന്നതിനെയാണ് മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദിസ് പ്രൊക്യൂർമെൻറ്റ് ഈസ് ഡിപ്പെൻഡ്സ് upon the nature of strategy and type and volume of resource located. സോ റിസോഴ്സസ് നമ്മൾ എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാന്ന് വെച്ചിട്ട് ത്രൂ ബൈയിങ്, റെൻറ്റ് ആൻഡ് ലീസിലൂടെയൊക്കെയാണ് റിസോഴ്സസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഈ റിസോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്തതിന് ശേഷം ദീസ് റിസോഴ്സസ് ആർ അലോക്കേറ്റ് ടു വേരിയസ് ഓർഗനൈസേഷണൽ യൂണിറ്റ്സ്. സോ ഇൻ ഓർഡർ ടു അലോക്കേറ്റ് വേരിയസ് ഓർഗനൈസേഷണൽ യൂണിറ്റ്സ് we used a technique that is budgeting. So budgeting is a means through which resources are allocated to various organizations and units. So it is a method with the help of which the expenditure is planned in advance. So various organizational യൂണിറ്റിലേക്ക് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു മീൻസാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. സോ ബഡ്ജറ്റിങ് എക്സ്പെൻഡിച്ചറൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. So let us discuss about the types of budgeting. The first one is capital budgeting. Capital budgeting എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടേം പ്രോഫിറ്റ്, ഓർഗനൈസേഷനിൽ ലോങ് ടേം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു
ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റിംഗ് ടെക്നിക്കാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. സോ ഹിയർ വേരിയസ് ടെക്നിക്സ് ആർ യൂസ്ഡ് ടു മാക്സിമൈസ് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്. ഇത്തരത്തിലുള്ള മെത്തേഡ്സൊക്കെ നമ്മൾ ഓർഗനൈസേഷൻ ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്. സോ a capital budget is very useful where various alternatives project proposals are evaluated and considered. So human resources allocation can be done with the help of capital budgeting. And the second one is performance budgeting. Performance budgeting in which it is primarily concerned with the objectives to be achieved by the organization rather than the amount of money spent on different objectives. So ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ടിനേക്കാളും നമ്മൾ എത്രമാത്രം ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്തു എന്നതിനുള്ളതാണ് കാര്യമെന്നാണ് പെർഫോമൻസ് ബഡ്ജറ്റിങ്ങിൽ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എംഫസിസ് ഓൺ നോൺ ഫിനാൻഷ്യൽ മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസസ്. അതുമാത്രമല്ല പെർഫോമൻസ് ബഡ്ജറ്റിങ് പാസ്റ്റ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഫ്യൂച്ചർ ആക്ടിവിറ്റീസസ് പ്ലാൻ ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പെർഫോമൻസ് ബഡ്ജറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ആൻഡ് ദ തേർഡ് technique is zero-based budgeting. Zero-based budgeting is a method requires each manager to justify his entire budget or plan in detail from scratch. സീറോ ബേസ് മുതൽ തന്നെ ഒരു മാനേജർ അവരുടെ എൻ്റയർ ബഡ്ജറ്റിനെ ജസ്റ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് സീറോ ബേസ് ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സീറോ ബഡ്ജറ്റിന് 4 സ്റ്റെപ്പുകളുണ്ട്. അതായത് ഫസ്റ്റ് വൺ ഈസ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആൻഡ് അസൈൻമെൻറ്റ്സ് ഫോർ വിച്ച് എ മാനേജർ ഈസ് അക്കൗണ്ടബിൾ. സോ ആദ്യം ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ അസൈൻമെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ അനലൈസ് ചെയ്യുക ഓഫ് ഈച്ച് ഗ്രൂപ്പ്, സച്ച് ഗ്രൂപ്പിനെ അനലൈസ് ചെയ്യുക ഓർ സച്ച് ഗ്രൂപ്പ്സിനെ അല്ലെങ്കിൽ ഡിസിഷൻസ് യൂണിറ്റിനെ അനലൈസ് ചെയ്യുക, എന്നിട്ട് ഇവാലുവേറ്റ് ചെയ്യുക, റാങ്കിങ് ചെയ്യുക. ഇനി റാങ്കിങ്ങിൻ്റെ ബേസിസിൽ എന്ത് ചെയ്യാം, ഇത്തരം ഡിസിഷൻസ് യൂണിറ്റ്സിലേക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലേക്ക് റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുക. ഇതാണ് സീറോ ബേസ് ബഡ്ജറ്റിങ്ങിൻ്റെ സ്റ്റെപ്സിൽ പറയുന്നത്. മാത്രമല്ല സീറോ ബേസ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രീംലി യൂസ്ഫുൾ ടൂൾ ടു അലോക്കേറ്റ് റിസോഴ്സസ് ആൻഡ് ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് എഫക്റ്റീവ്ലി ടു അലോക്കേറ്റ് ഫിനാൻഷ്യൽ ആസ് വെൽ ആസ് നോൺ ഫിനാൻഷ്യൽ റിസോഴ്സസ്. സോ ഇത് ടോപ്പ് മാനേജ്മെൻറ്റിൽ ടൈമിനെ സേവ് ചെയ്യുന്നു, മാത്രമല്ല അൺനെസസറി ആക്ടിവിറ്റീസിനെ ഇറാഡിക്കേറ്റ് ചെയ്യുന്നു ആൻഡ് ഹെൽപ്സ് ടു ഫോക്കസ് ഓൺ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ആൻഡ് ദ ലാസ്റ്റ് ബഡ്ജറ്റിംഗ് ടെക്നിക്ക് ഈസ് സ്ട്രാറ്റജിക് ബഡ്ജറ്റിംഗ്. സ്ട്രാറ്റജിക് ബഡ്ജറ്റിങ്ങിൽ എന്ന് പറയുന്നത് ഒരു റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ന്യൂ കൺസെപ്റ്റ്, ഒരു ന്യൂ ടൂളാണ് സ്ട്രാറ്റജിക് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഒരു സ്ട്രാറ്റജിക് ബഡ്ജറ്റിംഗ് യൂണിറ്റ്സിലേക്ക് റിസോഴ്സ് വേണം എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതായത് എന്ത് പെർഫോമൻസാണ്, എന്ത് റിസൾട്ടാണ് ജനറേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ റിസൾട്ട്സ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ്, ടാസ്ക്, ജോബ്സ് എന്തൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ എബവ് ക്വസ്റ്റ്യൻസ് ക്ലിയർലി ബ്രിങ് ദ എക്സ്പെർട്ടൈസ്, സ്കിൽ ആൻഡ് ഫണ്ട് റിക്വയർഡ് ബൈ ദാറ്റ് സ്ട്രാറ്റജിക് ബഡ്ജറ്റ് യൂണിറ്റ്സ് ടു അക്കംപ്ലിഷ് ദ ഗോൾസ്. സോ ഒരു സ്ട്രാറ്റജിക് ബഡ്ജറ്റ് ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് റിക്വയർഡ് ടു prepare a position paper first and then prepare budget. So ഒരു സ്ട്രാറ്റജിക് ബഡ്ജറ്റ് ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ പൊസിഷൻ പേപ്പർ പ്രിപ്പയർ ചെയ്യണം, എന്നിട്ടാണ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുള്ളൂ. സോ പൊസിഷൻ പേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഇറ്റ്സ് പേപ്പർ ആർ പ്രിപ്പയർഡ് ടു ഗെറ്റ് എ ബാക്ക്ഗ്രൗണ്ട് ഓൺ സ്ട്രാറ്റജിക് ബഡ്ജറ്റ്. പൊസിഷൻ പേപ്പേഴ്സ് ആർ പ്രിപ്പയർഡ് ഓൺ ദ ഫോളോയിങ്. ദ ഫസ്റ്റ് വൺ, ഓർഗനൈസേഷണൽ കോൺസ്ട്രെയിൻറ്റ്സ്. So, organizational constraint specifies the availability of resources for achieving the targets and the constraints faced by the organizations. അതായത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ആയിട്ടുള്ള റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി, അതേപോലെ തന്നെ ഓർഗനൈസേഷൻസ് ഫേസ് ചെയ്യുന്ന കോൺസ്ട്രെയിൻസ്, ഇതൊക്കെയാണ് പൊസിഷൻ പേപ്പർ ഓൺ ഓർഗനൈസേഷൻ കോൺസ്ട്രക്ഷനിൽ സ്പെസിഫൈ ചെയ്യുന്നത്. സോ ദാറ്റ് സൂട്ടബിൾ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് ക്യാൻ ബി ഡൺ. ഇതിലൂടെ നമുക്ക് റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എൻവയോൺമെൻറ്റ്. അതായത് പൊസിഷൻ പേപ്പർ ഓൺ എൻവയോൺമെൻറ്റ് ഈസ് പ്രിപ്പയർഡ് in order to understand the present and future trends that may affect the organizational performance. ഓർഗനൈസേഷനിൽ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്ന പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ട്രെൻഡ്സ് ഓഫ് എക്കണോമിക്കും
പൊളിറ്റിക്കൽ, ഫിനാൻഷ്യൽ, ഗ്ലോബൽ എൻവിറോൺമെൻറ്റൽ ട്രെൻഡ്സിൻ്റെ മനസ്സിലാക്കുക എന്നതുകൊണ്ടാണ് പൊസിഷൻ പേപ്പർ ഓൺ എൻവിറോൺമെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് പാസ്റ്റ് പെർഫോമൻസ്. പാസ്റ്റ് പെർഫോമൻസ് ഓൺ Position paper on past performance indicates the organizational performance in the past based on performance of strategic budget unit. അതായത് സ്ട്രാറ്റജിക് ബഡ്ജറ്റ് യൂണിറ്റിൻ്റെ ബേസിസിൽ പാസ്റ്റ് പെർഫോമൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പൊസിഷൻ പേപ്പർ ഓൺ പാസ്റ്റ് പെർഫോമൻസിൽ പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഫ്യൂച്ചർ ആക്ടിവിറ്റീസ്. സോ ഫ്യൂച്ചർ ആക്ടിവിറ്റീസിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗിവ് അക്കൗണ്ട് ഓഫ് വേരിയസ് ടാർഗറ്റ് ടു ബി ഫുൾഫിൽഡ് ആസ് എ ഹോൾ ആൻഡ് അറ്റ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജിക് ബിസിനസ് യൂണിറ്റ്സ്. അതായത് എന്തൊക്കെ വേരിയസ് ടാർഗറ്റ്സ് ആണ് ഫുൾഫിൽ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ എന്തൊക്കെ ബിസിനസ് ആക്ടിവിറ്റീസസ് വേരിയസ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഓർഗനൈസേഷൻ വുഡ് മാച്ച് ഇറ്റ് സെൽഫ് വിത്ത് ദ എൻവയോൺമെൻറ്റൽ റിക്വയർമെൻറ്റ്സ്. അതായത് നമ്മൾ ഓർഗനൈസേഷൻ എടുക്കുന്ന ഓരോ വേരിയസ് ആക്ടിവിറ്റീസസും എൻവയോൺമെൻറ്റുമായിട്ട് മാച്ച് ഉണ്ടോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതുമാണ് ഫ്യൂച്ചർ ആക്ടിവിറ്റീസിൽ പറയുന്നത്. So it can be concluded that the allocation of human and financial resources is one of the most important activity in the process of strategy implementation. So the resources are to be allocated that they get maximum contributions. So for the purpose of allocation we use the technique budgeting. So we discussed about various types of budgets used for the allocations are capital budgeting, zero based budgeting, performance budgeting, strategic budgeting. So of these strategic budget is comparatively more logical method with the help of which is financial as well as non-financial resources can be allocated. So strategic budget units involves preparations of position paper on various issues like organizational constraints, environment, past performance, future activities. So these position papers provides guidelines for preparation of the budget. So budget prepare ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പൊസിഷൻ പേപ്പേഴ്സ് ഗൈഡ്ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഓൺ ദ ബേസിസ് ഓഫ് ദീസ് പൊസിഷൻ പേപ്പർ പോളിസീസ് ആർ ഫോർമുലേറ്റഡ് വിച്ച് ആർ കമ്മ്യൂണിക്കേറ്റഡ് ടു വേരിയസ് strategic budget heads for the preparation of actual budgets. Hope you understand. Thank you.